ഒരു മിസൈൽ പ്രതിരോധിക്കണമെങ്കിൽ ഒരു മിസൈൽ ഉണ്ടാക്കാൻ 16 ലക്ഷം രൂപയാണ് ചെലവ്. അതേസമയം മിസൈൽ പ്രതിരോധിക്കാൻ 33 കോടിയാണ് ചെലവ്. എന്താ പറഞ്ഞേ? ഒരു മിസൈൽ ഉണ്ടാക്കാൻ 16 ലക്ഷം ചെലവ്, മിസൈലിനെ പ്രതിരോധിക്കാൻ 33 കോടി രൂപ ചെലവ്. അപ്പം അതിന് അവസ്ഥ നോക്കി. അപ്പം നല്ലത് ഇടണമെങ്കിൽ ഇട്ടോട്ടെ എന്നറിയില്ലേ? ഒരു മിസൈൽ, ഇറാൻ ഒരു മിസൈൽ ഉണ്ടാക്കാൻ അവർക്ക് 16 ലക്ഷം ചിലവുണ്ട്. പക്ഷെ ഒരു മിസൈൽ ഉണ്ടാക്കാൻ എത്ര ചിലവുണ്ട്? വലിയ രാജ്യമല്ലേ, അവർക്കൊരു മിസൈൽ ഉണ്ടാക്കാനുള്ള ചിലവുണ്ട് 16 ലക്ഷം. പക്ഷെ ആ മിസൈലിനെ പ്രതിരോധിക്കണമെങ്കിൽ, ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ചെയ്യണമെങ്കിൽ അവർക്ക് എത്ര ചിലവാ? 33 കോടി ചിലവ്. അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവരത്തെ മിസൈൽ പ്രതിരോധിക്കാൻ സംവിധാനം ഉണ്ട് എന്നൊക്കെ പറയാ, അതൊക്കെ നല്ല അച്ചടി വാക്ക. പക്ഷെ അതിന് കഴിയൂല. ആ സാമ്പത്തികത്തിന്റെ GDP പറ്റ തകർന്ന് തരിപ്പണവും. പഴയ കാലത്തെ യുദ്ധമല്ലത്. പഴയ കാലത്തെ യുദ്ധം ഇന്നത്തെ യുദ്ധം വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് കുറെ പെണ്ണുങ്ങൾ വിധവകളാവുന്നതാണ്. ഇപ്പം അങ്ങനെ വിധവകളൊന്നും ഉണ്ടാവില്ല പെട്ടെന്നൊന്നും. കാരണം ഈ മനസ്സിലായില്ല. അതേ സമയത്ത് എവിടെ തകർക്കുക? എക്കണോമി താറുമാറാവും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? പണ്ടും ഇപ്പോഴും നമ്മൾ യുദ്ധത്തിന്റെ ഇമ്പാക്റ്റ്. പിന്നെ അണുവായുധം ഉപയോഗിക്കണം. അണുവായുധം ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? ലക്ഷോപലക്ഷം ആളുകൾ തീരുമാനം. അതേ സമയത്ത് സംഭവിക്കാൻ എന്താണ്? എക്കണോമി തകരും, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ ഹോർമസ് കടൽ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഹോർമസ് കടൽ എടുക്കുന്നത്. ഇത് ഇറാൻ, ഇത് ഇറാഖ്, ഇത് ജോർദാൻ, ഇത് സൗദി അറേബ്യ, ഇത് ഖത്തർ. ഇതാണ് ഇന്ത്യൻ മാസം അറബിക്കടൽ. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങോട്ട് കയറി നിൽക്കുക. ഏകദേശം 33 കിലോമീറ്റർ ഈ ഭാഗത്ത് ഇങ്ങനെ കയറി നിൽക്കുക. അത് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ആർക്ക്? ഇറാൻ. അതിലൂടെ അല്ലാത്തൊരു സാധനം ഇങ്ങോട്ട് വരില്ല. നേരെ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വന്നിട്ട് സാധനം കൊണ്ടുപോവുക. നമ്മളെ സാധനങ്ങൾ, ചരക്കുകൾ അങ്ങോട്ട് പോകണമെങ്കിൽ, ചരക്കുകൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതാണ് തന്ത്രപ്രധാനമായ സ്ഥലം. അതിൽ അമർത്താൻ പറ്റിയ സ്ഥലമാണ്. അവിടെ അമർത്തിയ ഇറാനൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ഇതിൻ്റെ തീരുവ, കപ്പലുകളുടെ തീരുവ, മദ്യം അവർക്ക് നടന്നു പോകാൻ. സത്യത്തിൽ അവരെ സംബന്ധിച്ചത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. പക്ഷേ ഈ സാമ്പത്തിക നഷ്ടം സഹിക്കാൻ അവർ തയ്യാറാവും. എന്തുകൊണ്ട്? ഇതാണ് അമർത്തിയാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് പറയും? നമ്മളിത് നിർത്തി പെട്ടെന്ന് നിന്ന് പോകണം, മുറവിളി ലോകത്തുണ്ടാവും. അങ്ങനെ മുറവിളി ഉണ്ടായാൽ ശത്രു രാഷ്ട്രം സ്വാഭാവികമായും യുദ്ധം നിർത്താൻ നിർബന്ധിതരാകും. അതാണ് അവരെ. അങ്ങനെയല്ലേ യുദ്ധത്തിന്റെ സ്വഭാവം? അങ്ങനെയല്ലേ? അതൊരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ആ തന്ത്രപ്രധാനമായ സ്ഥലം അത് വലിയ